മണിപ്പാലില് മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് കിട്ടി. പിന്നെ MIT മണിപ്പാലില് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടി. അപ്പോ ഡോക്ടർ കൺഫ്യൂസ്ഡ് ആവും. പിന്നെ ഞാൻ കീം എഴുതിണ്ടായിരുന്നു. കീമില് കുഴപ്പമില്ല, അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ട്രെയിലർ വന്നിട്ടുള്ളൂ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? NIT ആണ് നല്ലത്. മെറ്റീരിയൽ സയൻസിന് ഒരു നല്ലപോലെ പഠിച്ചാൽ സ്കോപ്പുള്ള സബ്ജക്റ്റാണ്. സുരത്തിൽ ട്രഡീഷണലി പഴയൊരു കോളേജാണ്. മറ്റേത് വെറും പ്രൈവറ്റ് അല്ല, എല്ലാ ആൾക്കാരും വന്ന് ചേരും. അപ്പം പിന്നെ ഡോക്ടർ എനിക്ക് ചെറുപ്പം മുതൽ കമ്പ്യൂട്ടർ സയൻസിനോട് കുറച്ച് താല്പര്യമുണ്ട്. ലാസ്റ്റ് ഇയർ 12th +1 പിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തു. കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പ്രൈവറ്റ് ആയിട്ട് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ചെയ്യാം. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ ആർക്ക് വേണമെങ്കിലും പഠിക്കാവുന്നതാണ്. ഞാൻ സാധാരണ കോറാണ് പറയാറ്. പക്ഷേ NITയിൽ മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് പ്രാധാന്യം കൂടുന്ന ഒരു സബ്ജക്റ്റാണ്. നമ്പർ 1. നമ്പർ 2 NIT ആണ്. പിന്നെ ഇയാൾക്ക് കെമിസ്ട്രി താല്പര്യമുണ്ടോ? മെറ്റലർജിയിൽ കുറെ കെമിസ്ട്രി ഒക്കെ വരും. അപ്പോൾ അതനുസരിച്ച് ആലോചിക്കാം. ഞാൻ സാധാരണ പ്രൈവറ്റ് ഞാനൊന്നും റെക്കമെൻഡ് ചെയ്യില്ല. ഗവൺമെന്റ് കിട്ടിയ ഗവൺമെന്റ് പറയാം. MIT എന്തായാലും പ്രൈവറ്റ് ആണ്, അവിടെ പൈസ കൊടുത്ത് ആർക്കും കിട്ടും. ഇനി കേരളത്തിൽ വേറെ ഓപ്ഷൻ വരെ കീമിൽ നല്ല റാങ്ക് ഉണ്ടെങ്കിൽ അപ്പൊ എന്തിൽ കിട്ടും? വീട്ടിന് തൊട്ടടുത്തുള്ള ഏതാ? അവിടെ കിട്ടില്ല. അല്ല, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഒന്നും കിട്ടില്ല. അവിടെ ചേർന്നാൽ പോയി, വീട്ടിൽ നിന്ന് പോയിട്ടിരുന്നല്ലേ നല്ലത്. വീട്ടിൽ നിന്ന് പോയി വരുമ്പോൾ എക്സ്ട്രാ വീട്ടിൽ ഇഷ്ടംപോലെ സമയം കിട്ടും. കുറേ ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് പഠിക്കാം, അവനവന്റെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം. ഹോസ്റ്റലൊക്കെ താമസിച്ചാൽ ആകെ ചളാവും ചിലപ്പോൾ. അതൊക്കെ സൂപ്പർ ആയിരിക്കും. പക്ഷേ ഇപ്പം വരുന്ന മിക്കവാറും കുട്ടികൾക്ക് ക്വാളിറ്റി ഒന്നും കാണാറില്ല. ഞാൻ സാധാരണ സജസ്റ്റ് ചെയ്യുക വീട്ടിൽ നിന്ന് പോയിട്ട് വരുന്ന സ്ഥലത്ത് പോകണമെന്നാണ്. കാരണം എക്സ്ട്രാ ടൈം കിട്ടും. അമ്മ വീട്ടിലുണ്ട്, അമ്മേനൊന്നും പിന്നെ കിട്ടില്ലല്ലോ. അനിയത്തിക്കും അമ്മയ്ക്കും ഒരു കൂട്ടായി നിൽക്കുന്നതല്ലേ നല്ലത്. ഇഷ്ടം പോലെ പഠിക്കാം. ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് ഇന്ന് മുതൽ ചേർന്ന് പഠിക്കുക. എൻ്റെ കുട്ടികളൊക്കെ ബിടെക് തീരുമ്പോഴത്തേക്ക് ഒരു 1000-400 കോഴ്സൊക്കെ ചെയ്ത ആൾക്കാരുണ്ട്.